മധുരമൊഴിയിലേക്ക് എല്ലാവർക്കും സ്നേഹസ്വാഗതം. ഏഞ്ചൽസ് ആർമി മിനിസ്ട്രിയുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സ്നേഹോപഹാരം മധുരമൊഴി. ശരം ടി വിയിൽ നിങ്ങളെല്ലാവരും ഈ മധുരകരമായ സംസാരം കേട്ട് കുടുംബജീവിതം ഒരല്പം കൂടി മെച്ചപ്പെടുത്തുന്നുവെന്ന് ഒത്തിരി പേരെ ഫോൺ വഴികളിലൂടെയും ഷാലോമിൽ നിന്ന് അറിയാൻ കഴിഞ്ഞതിൽ ഞങ്ങൾ സന്തോഷം ആദ്യം തന്നെ അറിയിക്കുന്നു. ഇനിയും നമുക്ക് ഒത്തിരി മധുരകരമായ സംസാരങ്ങൾ കുടുംബങ്ങളോടൊപ്പം നമുക്കിവിടെ പ്രതീക്ഷിക്കാം. നമുക്ക് ഇന്ന് നമ്മോടൊപ്പം ഇന്നുള്ളതല്ല എന്നുള്ള ബഹുമാനപ്പെട്ട ജോർജ് ചേട്ടനെ സ്നേഹപൂർവ്വം, ജോർജ് ഗ്ലോറിയ ചേട്ടനെ സ്നേഹപൂർവ്വം മധുരമൊഴിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഏഞ്ചൽസ് ആർമി മിനിസ്ട്രിയിൽ നിന്ന് നമ്മോടൊപ്പം ഉള്ളത് ബഹുമാനപ്പെട്ട സുനിലേട്ടനും കുടുംബമാണ്. സുനിലേട്ടൻ ഏഞ്ചൽസ് ആർമിയുടെ മാഗസിൻ്റെ എഡിറ്റർ കൂടിയാണ്. സുനിലേട്ടനെയും ബിജിമോളി ചേച്ചിയെയും രണ്ടുപേരെയും സ്നേഹപൂർവ്വം മധുരമൊഴിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കുറേ നാൾ ഏകദേശം എൻ്റെ തിരുപ്പട്ടമൊക്കെ അടുത്ത് വന്ന സമയങ്ങളിലായിരുന്നു ഫ്രാൻസിസ് പാപ്പ മാർപ്പാപ്പയായി മാറുന്നത്. ഒരു വലിയൊരു തരംഗം തിരുസഭയിൽ ഒരു പ്രത്യേക രീതിയിൽ പൗരോഹിത്യത്തെ പറ്റിയുള്ള ഒരു കാഴ്ചപ്പാട് ഉയരുകയും തിരുസഭ കുറച്ചുകൂടി ജനകീയമാവുകയും ചെയ്തൊരു സമയം. ഓരോ ദിവസവും പത്രത്തിലും അല്ലെങ്കിൽ ഇൻ്റർനെറ്റിലൊക്കെ ഓരോ പുതിയ കഥകളാണ്. ഫ്രാൻസിസ് പാപ്പ സാധാരണക്കാരുടെ കൂടെ യാത്ര ചെയ്യുന്നു, ചായക്കടയിൽ പോയി ചായ കുടിക്കുന്നു, അല്ലെങ്കിൽ ഹോട്ടലിൽ തിരിച്ച് വണ്ടി കയറി ബസ് കയറി യാത്ര ചെയ്യുന്നു. അങ്ങനെ ഓരോ ദിവസവും വളരെ വ്യത്യസ്തമാണ്. നമ്മളെല്ലാ ദിവസവും ആകാംക്ഷ നോക്കിയിരിക്കും, പുതിയതെന്ത് വരും. ഇതെല്ലാം കഴിയുമ്പോൾ ഞാനിങ്ങനെ ചെറിയ ഭയപ്പാടോട് ഓർക്കാറുണ്ടായിരുന്നു, ദൈവമേ ഈ പിതാവ് ഇങ്ങനെ കാണിച്ചാൽ നാളെ കഴിഞ്ഞ് ഞാൻ അച്ഛനായി കഴിയുമ്പോൾ എൻ്റെ കഷ്ടപ്പാട്, ഞങ്ങളുടെ കഷ്ടപ്പാട് എന്തൊക്കെയാണ്? പിതാവ് അങ്ങനെ കാണിച്ചിരുന്നു, നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചുകൂടാ എന്ന് പൊതുജനം ചോദിച്ചു തുടങ്ങുമല്ലോ. ഒരു ദിവസം വളരെ വ്യത്യസ്തമായ ഒരു പടം ഇൻ്റർനെറ്റിൽ ഞാൻ മാർപ്പാപ്പയുടെ കണ്ടു. മാർപ്പാപ്പ ഒരു ഗർഭിണിയായ ഒരു പെണ്ണിൻ്റെ വയറിൽ, പൂർണ്ണഗർഭിണിയായ പെണ്ണിൻ്റെ വയറിൽ കൈതൊട്ട് പ്രാർത്ഥിക്കുന്നു. ഞാനിങ്ങനെ ആകാംക്ഷയോടെ പടം നോക്കി, ദൈവമേ ഇത് നാട്ടിലെങ്ങാനും ആണെങ്കിൽ, നമ്മുടെ കേരളത്തിലെങ്ങാനും ആണെങ്കിൽ ഇതൊക്കെ വലിയ ഒരു ഭൂകമ്പം സൃഷ്ടിക്കാൻ സാധ്യതയുള്ള ഒരു വാർത്തയായിരിക്കുമല്ലോ. പക്ഷെ അതിൻ്റെ അടിക്കുറിപ്പ് അതിനേക്കാളും മനോഹരമായിരുന്നു. മാർപ്പാപ്പ ആ ഗർഭിണിയായ പെണ്ണ് വൈദ്യശാസ്ത്രം അനുസരിച്ച് ഡെലിവറിക്ക് മുമ്പുള്ള റിപ്പോർട്ട് അനുസരിച്ച് ആ കുഞ്ഞിന് അംഗവൈകല്യമോ അങ്ങനെ കുറേ ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ടായിരുന്നു. കുഞ്ഞിനെ അബോർട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് അവർ പിതാവിൻ്റെ അടുക്ക് വിശ്വാസം പ്രാർത്ഥിക്കാമെന്നാണ്. ആ കൈവെപ്പിലൂടെ ഉണ്ടായ കുഞ്ഞിന് പൂർണ്ണ ആരോഗ്യവാനായി ജനിച്ചുവെന്ന് രേഖപ്പെടുത്തുന്ന ഒരു പത്രവാർത്തയായിരുന്നു. അപ്പം ഞാനും ഇങ്ങനെ മനസ്സിലൊക്കെ കണ്ടു, ദൈവമേ നമ്മുടെ നാട്ടിലേക്ക് എന്നാണ് ഒരു അച്ഛൻ ഇതുപോലെ ഉദരത്തിലൊക്കെ കൈവച്ച് പ്രാർത്ഥിക്കുന്ന ദിവസം. അത് കഴിഞ്ഞ് ഞാനൊരു 1.5 വർഷം കഴിഞ്ഞപ്പോൾ അച്ഛനായി. ഒരു ദിവസം ഞാനിങ്ങനെ ആശ്രമത്തിലിരുന്നപ്പോഴേക്ക് എനിക്കൊരു ഫോൺ കോൾ വന്നു. അച്ഛാ അത്യാവശ്യമായിട്ട് ഒന്ന് കുമ്പസാരിപ്പിക്കാൻ വരാമോ? ഞാൻ ചോദിച്ചു ആരാ വിളിക്കുന്നത്? അപ്പോൾ എൻ്റെ സുഹൃത്താണെന്ന് മനസ്സിലായി. എങ്ങോട്ടാണ്? ഞങ്ങളുടെ വീട്ടിലേക്കാണ്. എൻ്റെ ഒരു സുഹൃത്ത് വീട്ടിൽ പ്രഗ്നൻ്റായി വന്നിട്ടുണ്ട്. തൽക്കാലം ഹോസ്പിറ്റലിൽ അടുത്തൊരു അഡ്മിറ്റ് ആവേണ്ടി വരും. അതുകൊണ്ട് പള്ളിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അച്ഛന് സാധിക്കുമെങ്കിൽ ഫ്രീ ടൈം ഉണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ എപ്പോഴെങ്കിലും. അപ്പോൾ ഞാൻ എന്നിലെ ഒരു പുരോഹിതനം കൊണ്ടുവന്നു, ആവേശം കൊണ്ടുവന്നു. പഴയ തിയോളജി കാലത്ത് വായിച്ച പുസ്തകങ്ങളും ഫ്രാൻസിസ് പാപ്പയെ പറ്റിയുള്ള ഐഡിയോളജിയൊക്കെ അങ്ങ് ഉയർന്നു. ഞാൻ പറഞ്ഞു ഞാൻ ഇപ്പോൾ വരും. ഞാൻ അന്നേരം തന്നെ കാറെടുത്ത് ആ വീട്ടിൽ ചെന്ന് ആ പ്രഗ്നൻ്റ് ആയിട്ടുള്ള, എനിക്ക് തോന്നുന്നു അടുത്ത ആഴ്ച കുഞ്ഞുണ്ടാവാനുള്ള ചേച്ചിയാണ്. അപ്പോൾ ചേച്ചി കുംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, എനിക്കൊന്ന് തമ്പുരാൻ്റെ നാമത്തിൽ ആ ഉദരത്തെ ഒന്ന് ആശീർവദിച്ച് പ്രാർത്ഥിക്കണമെന്ന്. അപ്പോൾ ഞാനതെങ്ങനെ അങ്ങോട്ട് ചോദിക്കും, നമ്മുടെ ഒരു സ്വാഭാവികമായ ചമ്മലും നാടകമൊക്കെ ചെന്നപ്പോഴത്തേക്ക് ഞാൻ കുമ്പസാരിപ്പിച്ച് തിരിച്ചു പോരാൻ നേരത്ത് ആ ചേച്ചി എന്നോട് ചോദിച്ചു, അച്ഛാ എൻ്റെ ഉദരത്തിൽ ഒന്ന് കരം വെച്ച് എൻ്റെ ഉദരത്തിലേക്കുന്ന കുഞ്ഞിനെ ഒന്ന് ആശീർവദിച്ച് പ്രാർത്ഥിക്കാമോ? എൻ്റെ ഹൃദയവും കണ്ണൊക്കെ നിറഞ്ഞുപോയി. ഞാൻ വളരെ താല്പര്യത്തോടും ഒത്തിരി സ്നേഹത്തോടും കൂടി ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു. ആ ചേച്ചിയാണ് നമ്മുടെ കൂടെ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട ബിജിമോളി ചേച്ചി. ഇന്ന് ഇത് ഒന്നാമത്തെ ഫോൺ കോൾ. 2 ഫോൺ കോളുകളാണ് ഞങ്ങളുടെ ഇടയിൽ വലിയൊരു തരംഗം സൃഷ്ടിച്ചത്. രണ്ടാമത്തെ ഫോൺ കോൾ കുഞ്ഞുണ്ടായി. അതിനുശേഷം ഒരാഴ്ച കുഞ്ഞുണ്ടായി 2 ദിവസം കഴിഞ്ഞപ്പോൾ അടുത്തൊരു ഫോൺ കോൾ. അച്ഛാ ഒരു അർജൻറ്റ് സഹായം ഒന്നുകൂടി വേണം. അച്ഛൻ വരുന്ന ഒക്ടോബർ 1-ാം തീയതി ഫ്രീ ആണോ? ഞാൻ നോക്കി ഒക്ടോബർ 1-ലേക്ക് 1-2 മാസത്തെ ഗ്യാപ്പ് വീണ്ടും ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഒക്ടോബർ 1 നമ്മുടെ കൊച്ചുദേശപ്പെടുന്ന തിരുനാളല്ല, അതുകൊണ്ട് സാധാരണ ഞങ്ങളുടെ പ്രത്യേക മധ്യസ്ഥയൊക്കെ ആയതുകൊണ്ട് ഞാൻ ഫ്രീ ആയിരിക്കും. എങ്കിൽ അച്ഛൻ ആ ഡേറ്റ് കുറിച്ച് വെച്ചോ, നമ്മുടെ കുഞ്ഞിന് അച്ഛൻ തന്നെ മാമോദിസ മുക്കണം. എനിക്ക് ഇരട്ടി സന്തോഷമായി. കാരണം ഞാൻ ആദ്യമായിട്ട് ഉദരത്തിലായപ്പോഴേ കൈവച്ച് പ്രാർത്ഥിച്ച കുഞ്ഞിനെ മാമോദിസ മുക്കുവാനായിട്ട് വലിയ ഭാഗ്യം. പക്ഷെ അവിടെയും പണി തീർന്നില്ല, പണി അവിടെ നിന്ന് തുടരുകയായിരുന്നു. അപ്പോൾ പറയും അച്ഛാ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഈ ഫോൺ ചെയ്യുന്ന സുനിലേട്ടനാണ്. കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, കുറച്ച് പണികൾ തരാനുണ്ട്. അച്ഛൻ നന്നായിട്ട് ഒരുങ്ങണം. ഞാൻ വിചാരിച്ചു ദൈവമേ ഒരു അച്ഛനോട് പറയാം നന്നായിട്ട് ഒരുങ്ങണം. ഞാൻ പറഞ്ഞു സാധാരണ നമ്മൾ കൂദാശയുടെ പരിക്രമം കഴിഞ്ഞ് ഒരുങ്ങിയാണല്ലോ വരുന്നത്. ഞാൻ മാമോദിസ കല്യാണമൊക്കെ നടത്താൻ പോകണമെങ്കിൽ തലേദിവസം തന്നെയൊക്കെ പ്രാർത്ഥിച്ച്, അതല്ല ചാ കുറച്ചധികം നാളുടെ ഒരുക്കമുണ്ട്, നമുക്കൊരു 40 ദിവസത്തെ ഒരുക്കം. ഞാൻ ഇത് പണി കൊള്ളാമല്ലോ, നമുക്ക് ആദ്യം ഒരു ഓഫർ വെച്ചിട്ട് പറയാം വൻ പണിയായിട്ട് വരികയാണ്. എന്നിട്ട് പറയണം അച്ഛാ ഇത് നമ്മൾ ഒരു പ്രത്യേക രീതിയിലാണ് നമ്മുടെ ഈ കുഞ്ഞിന് മാമോദിസ കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അതായത് അച്ഛനൊരുങ്ങുന്നു, ഞങ്ങളൊരുങ്ങുന്നു, കൊച്ചിന് മാമോദിസ മുക്കാൻ പോകുന്ന തറതൊട്ടപ്പനും ആ കുടുംബം മൊത്തം ഒരുങ്ങുന്നു. എനിക്കിത് ഭയങ്കര സവിശേഷകരമായ സംഭവമായിട്ട് തോന്നി.
ഒരുപക്ഷെ തിരുസഭയിൽ തന്നെ ഇതുപോലെയുള്ള കർമ്മങ്ങൾ അധികം നടന്നിട്ടുണ്ടാവത്തില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് ആദ്യമേ തന്നെ ഇത് വലിയൊരു തീരുമാനത്തിൻ്റെ ഭാഗമായിരിക്കട്ടെ. നിങ്ങളുടെ മക്കളെയൊക്കെ മാമോദിസയ്ക്ക് വേണ്ടിയൊക്കെ ഒരുക്കുമ്പോൾ എത്ര മനോഹരമായിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇത് തന്നെയാണ് നമ്മുടെ ഇന്നത്തെ വിഷയവും. മാമോദിസയ്ക്ക് എങ്ങനെ ഒരു കുടുംബം മുഴുവൻ പ്രാർത്ഥിച്ചെടുക്കണം. കുടുംബം മാത്രമല്ല, മാമോദിസയായിട്ട് ബന്ധപ്പെടാൻ സാധ്യതയുള്ള വൈദികൻ, അല്ലെങ്കിൽ കൊച്ചിനെ തലതൊട്ടമ്മയും കൊച്ചിൻ്റെ കുടുംബത്തിലെ സഹോദരങ്ങൾ, ഇവരെല്ലാവരും എങ്ങനെ പ്രാർത്ഥിച്ചൊരുങ്ങി തിരുസഭയിലേക്ക് ഈ കുഞ്ഞിനെ മനോഹരമായിട്ട് കൂട്ടിക്കൊണ്ടുവരണം. നമുക്ക് ഈ ഒരു വലിയ ചിന്ത നമുക്ക് പ്രദാനം ചെയ്ത സുനിലേട്ടൻ ഫസ്റ്റ് സോഴ്സിൽ തന്നെ നമുക്ക് കേട്ടു തുടങ്ങാം. സുനിലേട്ട, എങ്ങനെ ദൈവം ആ ചിന്തകൾ സുനിലേട്ടൻ്റെ മനസ്സ് ക്രമീകരിച്ചതും കുടുംബത്തിലെല്ലാവരും ഷെയർ ചെയ്ത അനുഭവങ്ങൾ ഒന്ന് പങ്കുവെക്കാമോ? കുഞ്ഞുണ്ടായതിനു ശേഷം ആ നാളുകളിൽ തന്നെ മാമോദിസയെക്കുറിച്ചുള്ള ചിന്തകൾ തുടങ്ങി. അപ്പം അതെങ്ങനെയായിരിക്കണം ദൈവമേ എന്ന് ഇങ്ങനെ ഒരു ചിന്ത വന്നപ്പോൾ കുറച്ചുകൂടെ നല്ലൊരു ഒരുക്കം വേണമെന്നുള്ളത് ഭയങ്കര ഒരു തോന്നൽ വന്നു. അപ്പം ഞങ്ങളിങ്ങനെ ഡിസ്കസ് ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ നമുക്ക് തലതൊട്ടമ്മ ആരാകണമെന്നൊരു ചിന്ത ആദ്യം വന്നു. അപ്പോൾ ആ നാളുകളിലുള്ള ഒരു പ്രാർത്ഥനയുടെയും ആലോചനയുടെയും ഒടുവിൽ ഒരു കുടുംബത്തെ നമുക്കൊരു ചിന്ത വന്നു. അവരോട് സംസാരിച്ചു, അവർ സന്തോഷത്തോടുകൂടി സമ്മതിച്ചു. അതിനുശേഷം ഞങ്ങൾ ഒന്നിച്ചൊന്ന് വീണ്ടും എങ്ങനെയാകണം ആ ഫംഗ്ഷൻ എന്നുള്ള ആലോചന വന്നു. എനിക്കൊന്ന് ബിജുമോൾക്കായിരിക്കും കുറച്ചുകൂടെ അത് പറയാൻ പറ്റുന്നതെന്ന് തോന്നുന്നു. ഞങ്ങൾ ഒരു 40 ദിവസം കുടുംബങ്ങൾ 2 കുടുംബങ്ങളും ഒന്നിച്ച് പ്രാർത്ഥിച്ചൊരുങ്ങാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ച് തുടങ്ങി. അതിന് കുറേ ദിവസങ്ങളിങ്ങനെ പ്രാർത്ഥിച്ച് വന്നപ്പോൾ ഞങ്ങൾക്ക് കുറച്ചുകൂടെ ത്യാഗങ്ങളൊക്കെ എടുത്ത് പ്രാർത്ഥിക്കണം എന്നുള്ള ഒരു വലിയ പ്രേരണയുണ്ടായി. അപ്പം തലതൊട്ടപ്പനും തലതൊട്ടമ്മയൊക്കെ ഒരു കുറച്ച് ത്യാഗങ്ങൾ സെലക്ട് ചെയ്ത് അവരത് ചെയ്തു തുടങ്ങി. സുനിലേട്ടൻ സെലക്ട് ചെയ്തു കുറച്ച് നോയമ്പ് പോലെയൊക്കെ. അപ്പം എന്നോട് നിർബന്ധമൊന്നും പറഞ്ഞിരുന്നില്ല, പക്ഷെ ഞാനും അതിൻ്റെ കൂടെ ജോയിൻ ചെയ്തു. എന്നോടും നിർബന്ധമൊന്നും പറഞ്ഞില്ലായിരുന്നു, എങ്കിലും അച്ഛൻ ഇതൊക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും. പക്ഷേ തലതൊട്ടപ്പനും തലതൊട്ടമ്മയും തലേദിവസം വൈകുന്നേരം വിളിച്ചു പറഞ്ഞു അച്ഛൻ കുമ്പസാരിച്ചിട്ടൊക്കെ വരണോ. അങ്ങനെ ഞങ്ങൾ ഈ നോയമ്പ് ഇങ്ങനെ 1 മാസത്തോളം ഞങ്ങൾ നോയമ്പൊക്കെ എടുത്ത് പ്രാർത്ഥിച്ചു. പിന്നെ ഞങ്ങൾ കൊന്തയില്ലുമായിരുന്നു. പിന്നെ പ്രഗ്നൻസിയിൽ തന്നെ വിശുദ്ധ കൊച്ചുത്രേസ്യയോട് പ്രാർത്ഥിക്കണമെന്നുള്ള ഒരു വലിയ പ്രേരണയുണ്ടായിരുന്നു. അപ്പം പ്രഗ്നൻസി മൊത്തം ഞാൻ കൊച്ചുത്രേസ്യ പുണ്യവതിയുടെ മാധ്യസ്ഥം തേടി. ഞങ്ങളുടെ 6ാമത്തെ കുഞ്ഞാണ്, പെൺകുഞ്ഞാണ്. അപ്പം അത് പ്രാർത്ഥിച്ച പോലെ തന്നെ ഞങ്ങൾ കൊച്ചുത്രേസ്യ പുണ്യവതിയുടെ പേരിടാൻ തന്നെ ആഗ്രഹിച്ചു. അപ്പം ഈ ഒരു മാമോദീസയുടെ ഒരുക്കവും ഞങ്ങൾ കൊച്ചുത്രേസ്യ പുണ്യവതിയോട് പ്രത്യേകം ആ ദിവസങ്ങളെല്ലാം മധ്യസ്ഥം ചോദിച്ച് പ്രാർത്ഥിച്ചു. പിന്നെ ഞാൻ ഇതിനൊരുക്കമായിട്ട് എല്ലാ ദിവസവും രാത്രിയിൽ ഇതിനു വേണ്ടി ബാപ്റ്റിസത്തിന് വേണ്ടി മാത്രം കൊന്തയില്ലുമായിരുന്നു. ഞാൻ ആദ്യം പതുക്കെ ചൊല്ലി, 2 ദിവസം കഴിയുമ്പോൾ കുറച്ച് ഒച്ചത്തിൽ ചൊല്ലി തുടങ്ങി. കുറച്ച് ദിവസം ഒരാഴ്ച ആറായപ്പോൾ എൻ്റെ മക്കൾ, ബാക്കിയുള്ള കുഞ്ഞുങ്ങളെല്ലാവരും, മുതിർന്ന 4 മക്കളും ഇതിൻ്റെ കൂടെ ജോയിൻ ചെയ്തു. അപ്പോൾ ഞങ്ങൾ ബാപ്റ്റിസം വരെ ഇതിനു വേണ്ടി മാത്രം ഒരു കൊന്തയില്ലി വരിക ദൈവം ഞങ്ങൾക്ക് കൃപ വന്നു. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ പ്രത്യേകം വചനമെല്ലാം വായിച്ച് ഒരുങ്ങുന്നുണ്ടായിരുന്നു. പിന്നെ ആ ദിവസം തന്നെ ഒക്ടോബർ 1 ആ ഫീസ്റ്റാണല്ലോ, അതുകൊണ്ടാണ് ഈ പുണ്യതയോട് പ്രാർത്ഥിക്കുന്നതുകൊണ്ട് തന്നെ ആ ഫീസ്റ്റിൻ്റെ ദിവസം തന്നെ ആയാൽ നന്നായിരിക്കും. വ്യക്തിപരമായിട്ട് ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം കൊച്ചുത്രേസ്യ പുണ്യതയുടെ ഫീസ്റ്റ് മാന്നാനത്ത് ചാവറപ്പിതാവിൻ്റെ കബറിടത്തിൽ വെച്ച് ആദ്യ കുർബാന കൊച്ചിന് മാമോദിസ കൊടുക്കുന്ന, ഞാൻ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു അവിടെ വെച്ച് മാമോദിസ കൊടുക്കാൻ എനിക്കൊരു ഭാഗ്യം കിട്ടുന്നത് തന്നെ. എനിക്കൊത്തിരി ദൈവാനുഭവം തന്ന ദേവാലയം കൂടിയാണത്. എൻ്റെ ഫൗണ്ടറിൻ്റെ കബറിടത്തിൽ വെച്ച് എനിക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റുക, അങ്ങനെ ഒത്തിരി ഭയങ്കര ഒരു ദൈവാനുഭവത്തിൻ്റെ ദിവസങ്ങൾ തന്നെയായിരുന്നു തീർച്ചയായിട്ടും അത്. പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ അടുത്തിടെ വന്ന ഒരു എഴുത്തിൽ പ്രാരംഭം ഗോഡ് പേരൻസിന് പിതാവ് കൊടുക്കുന്ന സന്ദേശമാണ്. തലതൊട്ടപ്പനും തലതൊട്ടമ്മയ്ക്കും പിതാവ് പറയുന്നു, നിങ്ങൾ പോക്കറ്റിൽ വചനവും ഇട്ട് കുഞ്ഞിനെ ദേവാലയത്തിൽ കൊണ്ടുപോകാം. കാരണം നിങ്ങളാണ് ഇവരെ, ഈ കുഞ്ഞിനെ ദൈവനാമത്തിൽ ഓരോ എല്ലാം, കൊച്ചിനൊന്നും മറുപടി പറയാൻ പറ്റത്തില്ലല്ലോ. കൊച്ചിന് വേണ്ടി തീരുമാനങ്ങൾ എടുക്കുന്നത്, കൊച്ചിനോട് വാഗ്ദാനം ചെയ്യുന്ന എല്ലാം ഗോഡ് പേരൻസ് ആണ്. ഞാനത് വായിച്ച് ആ ദിവസങ്ങളിൽ തന്നെ അന്ന് ഞാൻ കൊച്ചച്ഛനായിരുന്ന പള്ളിയിലെ കപ്പേരച്ചനോട് ബന്ധപ്പെട്ട ചെറിയൊരു സംഭവം ഉണ്ടായി. ഞാൻ കുർബാന കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കപ്പേരച്ചനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് പരിചയമുള്ള ഒരു ചെറിയൊരു വചന പ്രഘോഷകൻ, സഹോദരൻ, ആ ഇടവക്കാരനല്ല, പുള്ളി രാവിലെ അവിടെ വന്നിരിക്കുന്നു. ഞാൻ ചോദിച്ചു, ചേട്ടാ എന്താ രാവിലെ ഇവിടെ, നിങ്ങളുടെ പള്ളി കുർബാന ഇല്ലായിരുന്നോ? പുള്ളി അതല്ല ചാ, ഞാനാണ് നമ്മുടെ കപ്പയാരച്ചൻ്റെ കൊച്ചിനെ മാമോദിസ മുക്കിയിരിക്കുന്നത്, ഞാനാണ് അതിൻ്റെ തലതൊട്ടപ്പൻ, കൊച്ചിൻ്റെ തലതൊട്ടപ്പൻ. ഞാൻ ചോദിച്ചു, നിങ്ങൾ തമ്മിൽ യാതൊരു ബന്ധമുള്ളതായിട്ട് എനിക്കറിയത്തില്ല, നിങ്ങളെന്താ ബന്ധം? ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധവുമില്ല. ഇതൊക്കെ കേട്ട് കപ്പയാരച്ചൻ നടന്നു വരികയാണ്. കപ്പയാരച്ചൻ പറയാണ്, എനിക്ക് കുഞ്ഞുണ്ടായി, എൻ്റെ മൂത്ത മകൻ, ആദ്യത്തെ 2 മക്കൾ ആമക്കളായിരുന്നു. അപ്പോൾ അതോടെ കുടുംബത്തിൻ്റെ അവകാശങ്ങളൊക്കെ സാധാരണ രീതിയിൽ കഴിഞ്ഞല്ലോ. ആദ്യത്തെ 2 കുഞ്ഞുങ്ങളെ തലതൊടാൻ വേണ്ടി കുറച്ച് അവകാശങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. 3ാമത്തെ എൻ്റെ സ്വാതന്ത്ര്യമായിരുന്നു, പ്രത്യേകിച്ച് എനിക്ക് ആരെയും അംഗീകരിപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ തീരുമാനിച്ചു,
ഞാൻ എൻ്റെ മകളെ മാമോദിസ മുക്കുന്നത് ദൈവാനുഭവമുള്ള ഒരാളെ കൊണ്ടായിരിക്കും. കർത്താവിൻ്റെ തിരുവചനം ജീവിക്കുകയും കർത്താവിൻ്റെ തിരുവചനത്തെ സാക്ഷിയാവുകയും ചെയ്യുന്ന ഒരാളായിരിക്കണം എൻ്റെ കുഞ്ഞിന് തലയോട്ടപ്പനായിട്ട് വരേണ്ടത്. അന്ന് ഈ സഹോദരൻ കോട്ടയത്തുള്ള നവജീവൻ്റെ ശുശ്രൂഷ ചെയ്യുകയാണ്. അവിടെ വെച്ചാണ് ഈ തലയോട്ടപ്പന കണ്ടുപിടിക്കുന്നത്. സഹശുശ്രൂഷകനായിട്ട് പാവങ്ങളുടെ സഹോദരങ്ങൾ ശുശ്രൂഷ ചെയ്യുന്ന ഒരാളെ കണ്ടുപിടിച്ചിട്ടാണ് തലയോട്ടപ്പനാക്കുന്നത്. എനിക്ക് അന്ന് മുതൽ എനിക്കൊരു പുത്തൻ ഉണർവായിരുന്നു. എനിക്ക് അങ്ങനത്തെ ഒരു ചിന്ത പോലും ഇല്ലായിരുന്നു. നമ്മൾ കുടുംബക്കാർ തന്നെ തലയോട്ടപ്പന ആവുക എന്നുള്ളതായിരുന്നു. ജോർജ് ചേട്ടാ, ഉറപ്പായിട്ടും പലരെയും തലതൊട്ടപ്പനായിട്ടുണ്ടായിരിക്കുമല്ലോ, ഉറപ്പായിട്ടും. നേര് പറഞ്ഞാൽ തലതൊട്ടപ്പനാകാൻ ഞാൻ കഴിവിൻ്റെ പരമാവധി ഒഴിവായി നിൽക്കുന്നയാളാണ്. വലിയ ഉത്തരവാദിത്വം ഭയപ്പാടോടെ നോക്കുന്നതുകൊണ്ടാണ്. എനിക്കതിന് സത്യം അതാണ്. ഞാൻ അതൊരു ഭാരിച്ച ഉത്തരവാദിത്വമാണെന്ന് നല്ലൊരു ബോധ്യം എനിക്കുണ്ട്. അത് ജോർജിന് ഉറപ്പായിട്ടൊന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി കാര്യമായി പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം അത്ര വലുതായിട്ട് നമ്മൾ സഭയിൽ പറയപ്പെടുകയോ അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുകയോ ചെയ്യുന്ന കാര്യമല്ല തലതൊട്ടപ്പനെയും ഉത്തരവാദിത്വം. ഇല്ല, സഭയിൽ വാസ്തവത്തിൽ സഭ അത് ലഘുവായി കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു മലർന്നു കിടക്കുന്ന കുഞ്ഞിനെ സഭ മാമോദിസ മുക്കി സഭയിലെ അംഗമായി സ്വീകരിക്കുമ്പോൾ സഭ വലിയൊരു റിസ്ക് എടുക്കുന്നുണ്ട് അവിടെ. കാരണം ആ കുഞ്ഞ് യേശുവിനെ രക്ഷകനും നാഥനുമായി ഹൃദയത്തിൽ സ്വീകരിക്കുകയും അധരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുമ്പോഴാണ് സ്നാനപ്പെടുത്തേണ്ടത്. ഈ മലർന്നു കിടക്കുന്ന കുഞ്ഞ് ജനിച്ചിട്ട് ദിവസങ്ങളായി മാത്രമായിട്ടുള്ളൊരു കുഞ്ഞ് എങ്ങനെ അത് ചെയ്യും? ഇത് പലപ്പോഴും പല വേദികളിലും ചോദ്യം ചെയ്യപ്പെടുന്നൊരു സംഭവം കൂടെയാണ്. ഇവിടെ എന്തുകൊണ്ടാണ് സഭ, അല്ലെങ്കിൽ എന്ത് ആംഗിളിലാണ്, അല്ലെങ്കിൽ എന്ത് ബലത്തിലാണ് സഭ ഇത് ചെയ്യുന്നത് എന്ന് നമ്മളൊന്ന് ആലോചിക്കണം. ഇപ്പോൾ കുഞ്ഞ് എല്ലാ കാര്യങ്ങളും മാതാപിതാക്കളുമായിട്ടാണ് ഷെയർ ചെയ്യുന്നത്. കുഞ്ഞ് എന്ത് ഭക്ഷിക്കണമെന്ന്, എന്ത് സംസാരിക്കണമെന്ന്, എങ്ങനെയാകണമെന്നെല്ലാം തീരുമാനിക്കുന്നത് മാതാപിതാക്കളാണ്. അതുകൊണ്ട് തന്നെ കുഞ്ഞ് എന്ത് വിശ്വസിക്കണമെന്നുള്ളിടത്തും കുഞ്ഞായിരിക്കുന്ന കാലത്ത് തീർച്ചയായിട്ടും മാതാപിതാക്കൾക്ക് അവകാശമുണ്ട്, ഉത്തരവാദിത്വമുണ്ട്. അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞ് വളർന്നിട്ട് എന്നതാ കഴിക്കുന്നതെന്ന് തീരുമാനമാകട്ടെ, എന്നിട്ട് കഴിപ്പിക്കാമെന്ന് വെച്ചാൽ അത് കഴിഞ്ഞ് അതുവരെ മുലപ്പാൽ കൊടുക്കാതിരുന്ന കുഞ്ഞ് 2 ദിവസം സഭയ്ക്കെതിരായിട്ട്, ചൈൽഡ് ബാപ്റ്റിസത്തിനെതിരായിട്ട് സംസാരിക്കുന്നവർക്കുള്ള ഏറ്റവും കൃത്യമായിട്ട് മറുപടിയാണ് പറഞ്ഞത്. അതെ അല്ലേ, ഞാൻ പറയാം, ഇതൊരു യാഥാർത്ഥ്യമാണ്. രണ്ടാമത്തെ ഒരു സംഭവം എന്ന് വെച്ചാൽ കുഞ്ഞിൻ്റെ മാമോദീസ നമ്മൾ മാറ്റിവെക്കുന്നതിന്, അല്ലെങ്കിൽ 15 വയസ്സ് വരെ മാറ്റിവെക്കുന്നത് കുഞ്ഞിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ അപരാധമാണ്. കാരണം സ്നാപകനെക്കുറിച്ച് കർത്താവ് പറയുകയാണ്, ഇവൻ സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഏറ്റവും വലിയവൻ. എന്താ കാരണം? ഞാൻ നോക്കിയിട്ട് ഒരൊറ്റ കാരണമേ പറയുന്നുള്ളൂ, കണ്ടെത്താൻ പറ്റുന്നുള്ളൂ. ജനിക്കും മുമ്പേ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ സൗഭാഗ്യം കിട്ടിയവനായിരുന്നു സ്നാപകൻ. അതിനായിരുന്നു ധൃതിയിൽ തന്നെ മറിയം മലമ്പ്രദേശത്തുള്ളൊരു പട്ടണത്തിലേക്ക് പോയെന്ന് നമ്മൾ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്, നമ്മൾ വായിക്കുന്നത്. ഇനി ആ വചനം പറഞ്ഞതിന് ശേഷം, ഏത് വചനമാണ്? സ്നാപകൻ ഏറ്റവും വലിയ പുള്ളിയാണെന്ന് പറഞ്ഞ അടുത്ത വചനം എന്താണെന്നറിയോ? എന്നാൽ ദൈവരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ ഇവനേക്കാൾ വലിയവൻ. ഇത് യാഥാർത്ഥ്യമാകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മുടെയൊക്കെ ഓരോരുത്തരുടെയും കുഞ്ഞുങ്ങൾ ഉദരത്തിൽ രൂപപ്പെടുമ്പോൾ തന്നെ പരിശുദ്ധാത്മ സാന്നിധ്യത്തിലാണ് എന്നൊരു സങ്കല്പത്തിലാണ്, അല്ല എന്നൊരു സങ്കല്പമല്ല, ആ യാഥാർത്ഥ്യത്തിലാണ് അത് അടങ്ങിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ കൗദാശികമായ സ്നാനം കുഞ്ഞിന് കൊടുക്കാൻ വൈകുന്നത് ഒരു തെറ്റാണെന്ന് സഭയ്ക്ക് തോന്നിയത് കൊണ്ടാണ് സഭ തീർച്ചയായിട്ടും ഇങ്ങനെ. പക്ഷേ ഇവിടെ സഭ വലിയ റിസ്ക് എടുക്കുന്നുണ്ട്. ഈ റിസ്ക് സഭ എടുക്കും, നമ്മൾ ശ്രദ്ധിച്ചേക്കണം. ചുമ്മാ എല്ലാ വഴിയെ പോകുന്ന അല്ലെ കാണുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും മാമോദിസ കൊടുക്കുന്ന ഇടപാടൊന്നും സഭയ്ക്കില്ല. സഭ മാതാപിതാക്കൾ കത്തോലിക്കരായി ഉത്തമ കത്തോലിക്ക വിശ്വാസത്തിൽ ജീവിക്കുന്ന അവരുടെ കുഞ്ഞുങ്ങൾക്ക് മാത്രമാണ് മാമോദിസ കൊടുക്കുന്നത്. ഇനി 2 പേരിൽ ഒരാൾ ഏതെങ്കിലും കാരണവശാൽ മറ്റൊരു വിശ്വാസത്തിലാണെങ്കിൽ അയാളുടെ കയ്യിൽ നിന്നും പ്രത്യേക എഴുതി വാങ്ങിക്കും. ഞാൻ കുഞ്ഞിനെ ക്രൈസ്തവ വിശ്വാസത്തിൽ വളർത്തുന്നതിന് എനിക്ക് തടസ്സമില്ല, ഞാൻ തടസ്സം നിൽക്കുകയില്ല എന്നല്ല എഴുതി. എല്ലാ സാധ്യമായ പ്രൊട്ടക്ഷൻ മുഴുവൻ സഭ എടുക്കുന്നുണ്ടെന്നാണ് ഞാൻ പറയുന്നത്. ഇതെല്ലാം കൂടെ ഞാൻ പറയുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതുകൊണ്ടും പോരാഞ്ഞിട്ട് വേറെ ഒരു ജോഡിയും കൂടെ, ഒരപ്പനും ഒരു അമ്മയും കൂടെ വേണം. കാരണം ഇവരെ കൊച്ചിൻ്റെ സ്വന്തം അപ്പനും അമ്മയാ, എന്നാലും ഞങ്ങൾക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല. ഒരു എക്സ്ട്രാ പ്രൊട്ടക്ഷൻ. ഈ കുഞ്ഞ് ഈ നൽകപ്പെടുന്ന സ്നാനത്തിനനുസൃതമായി, അല്ലെങ്കിൽ സ്നാനത്തിലേക്ക് കുഞ്ഞ് വളരുമെന്ന്, അല്ലെങ്കിൽ ഈ സ്നാനത്തിന് അനുസൃതമായി കുഞ്ഞ് വളരുമെന്ന്, ഈ സ്നാനത്തിൻ്റെ വളർച്ച കുഞ്ഞിൽ സംഭവിപ്പിക്കുമെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ഈ മാതാപിതാക്കളെ പോരാഞ്ഞിട്ട് 2 ഷുവർട്ടികളെ നിർത്തുക. ഇപ്പം നമ്മൾ ഓർക്കണം അവരുടെ സ്ഥാനം എന്നതാണെന്ന്. അലസമായിട്ട് നമുക്ക് പോയി തല തൊട്ടേക്കാം,
അങ്ങനെ ഇവരെ പറ്റിയും കാനന നിയമം പറയുന്നുണ്ട്, എങ്ങനെ ഗോഡ് പേരൻസ് ആയിരിക്കണം എന്ന് കാനന നിയമം കൃത്യമായിട്ട് പറയുന്നുണ്ട്. ദൈവവിശ്വാസം പ്രാക്ടീസ് ചെയ്യുന്നവരും ക്രിസ്തീയ വിശ്വാസം അടിയുറച്ച് ജീവിക്കുന്നവരും സമൂഹത്തിൽ നല്ല സൽപ്പേര് സമ്പന്നരായവരെ ആയിരിക്കണം നമ്മൾ ഗോഡ് പേരൻസ് ആയിട്ട് തിരഞ്ഞെടുക്കണം. ഇത്രയും കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുകയാണ് അത് എന്തുമാത്രം ഉത്തരവാദിത്തപ്പെട്ടൊരു സാധനം. അപ്പോൾ കൊച്ചിൻ്റെ മാമന് 7-ാം തീയതി ഉണ്ട് കേട്ടോ, ഒന്ന് വന്നേക്കണം, ഒന്ന് തലേന്ന് തൊട്ടേക്കണം, പിന്നെ എന്ന് പറഞ്ഞൊരു കല്യാണത്തിന് വിളിക്കുന്ന ഉണ്ണാൻ ചെല്ലുന്നത് പോലെ അത്ര എതിർക്കുക. ഇത് അവിടം തൊട്ട് നമ്മൾ ഏൽക്കുക, ഒന്നുകിൽ നമ്മൾ മരിക്കുന്നിടം വരെ അല്ലെങ്കിൽ ആ കൊച്ചു മരിക്കുന്നിടം വരെ, രണ്ടിലേതാണോ ആദ്യം സംഭവിക്കുന്നത് അതുവരെയുള്ള ഒരു ഭാരിച്ച ഉത്തരവാദിത്തം. എനിക്കറിയാം ചില ഗോഡ് പേരൻസിനെ എനിക്കറിയാം, അവരാ കുഞ്ഞിൻ്റെ ആദ്യ കുർബാന, കുഞ്ഞിൻ്റെ ജീവിതത്തിലെ എല്ലാ ഘട്ടങ്ങളിലും അവരവിടെ കുഞ്ഞിനെ എഴുത്തിനിരുത്തുമ്പം ഈ ഗോഡ് പേരൻസ് ചെല്ലും, അവരോട് കൂടിയാ പ്രാർത്ഥിച്ചിരുന്നു. ഇങ്ങനെ ചെയ്തു പോകുന്നൊരു മനോഹരമായ പിറന്നാളുകളിൽ ചെന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി ചെല്ലുന്നു. അങ്ങനെ ഒത്തിരി പ്രധാനപ്പെട്ട ആ കുഞ്ഞിൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട എല്ലാ അവസ്ഥകളിലും മാതാപിതാക്കൾക്കൊപ്പം ഈക്വലായിട്ട് ആരാ? പേരൻസ് അല്ല, ഗോഡ് പേരൻസ്. അതാണ് ഇംഗ്ലീഷിൽ പറയുമ്പോൾ മനോഹരത, ഗോഡ് പേരൻസ്. ദൈവത്തിൻ്റെ സ്ഥാനത്ത് നിന്ന് കുഞ്ഞിനെ വളർത്താനായിട്ട് വിളിക്കപ്പെട്ടവരാണ് ഇത്. അതിൻ്റെ ഷെയറിങ് ഉറപ്പായിട്ടും കണ്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി പേർക്ക് ഇതൊരു ക്ലാരിറ്റി കിട്ടുമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരണം നിങ്ങളിൽ പലരും ഉറപ്പായിട്ട് ഒത്തിരി നിങ്ങളുടെ ബന്ധുജനങ്ങളുടെ പലരുടെയും മക്കളുടെ ഗോഡ് പേരൻസ് ആയിരിക്കും, തലതൊട്ടമയായിരിക്കും. നമ്മൾ എപ്പോഴെങ്കിലൊക്കെ ഇത് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇതൊരു ഓർമ്മപ്പെടുത്തലിൻ്റെ മണിക്കൂറുകളായിട്ട് ഞാൻ മാത്രം പ്രാർത്ഥിക്കുന്നു. നമുക്കിനി തിരിച്ച് നമ്മുടെ സുനിലേട്ടനും വിജയ ചേച്ചിയിലേക്ക് വരാം. നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരുങ്ങണം എന്നൊരു ചിന്തയിലേക്ക് വന്നത്? നിങ്ങൾ ഒരുങ്ങിയെന്ന് പറഞ്ഞു, ഞാൻ ആദ്യത്തെ ഭാഗം ചോദിക്കാൻ മറന്നുപോയി. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരുങ്ങണം എന്നൊരു ചിന്തയിലേക്ക് വന്നത്? സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു ചിന്ത വരുമ്പോൾ നമുക്കറിയത്തില്ല. പക്ഷേ ഈ 40 ദിവസം ഒരുങ്ങാമെന്നൊക്കെ ഒരു ചിന്ത വന്നപ്പോൾ നമുക്ക് അത്ഭുതമായി. കാരണം അങ്ങ് അത്രയും ഒരുങ്ങേണ്ട ആവശ്യമുണ്ടോ ഇതിനു വേണ്ടി? അപ്പം എന്തായിരിക്കും ഇതിൻ്റെ ഒരു കാരണമെന്ന് ഇങ്ങനെ ഒരു ചിന്തയിലായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ആ നാളുകളിൽ ഒരു വട്ടം പോലെ നമുക്ക് മനസ്സിലായതാണ്, അതായത് ബാക്കി എല്ലാ സാക്രമെൻസും സ്വീകരിക്കുന്നവരാണ് ഒരുങ്ങുന്നത്. ഇവിടെ ഈ കുഞ്ഞിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ നമ്മൾ ഒപ്പം നമ്മളെ ഭയപ്പെടുത്തുന്ന സംഭവം കൂടെ, ഈ ഗോഡ് പേരൻസും ഏറ്റവും പ്രധാനപ്പെട്ട ഗോഡ് പേരൻസും ഇവരുടെ ഒരുക്കം പോലെ ഇരിക്കും ഈ കുഞ്ഞിൻ്റെ ആ ഒരു സ്വീകരണം. അതായത് ഒരു കൂദാശയ്ക്ക് എല്ലാ കൃപകളും ഉണ്ടെങ്കിലും ഒരുക്കമില്ലായെങ്കിൽ അതിൻ്റെ ഒരു ഫലം ഉണ്ടാകത്തില്ലല്ലോ. പറഞ്ഞിരിക്കുന്നത് അല്ലേ, ഒരുക്കമില്ലാതെ നമ്മളൊരു കൂദാശ സ്വീകരിക്കുന്നത് മറ്റു പല തഴക്കദോഷങ്ങളിലേക്കും വീഴാനും സാത്താന് കയറി വരാനുമുള്ള ഒരു ഏണിപ്പടിയായിട്ട് ആ ഇവന്റ് മാറുന്നു. നെഗറ്റീവ് ഇമ്പാക്ട് ഒരുക്കമില്ലാതെ ഏത് കൂദാശ സ്വീകരിച്ചാൽ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഭയങ്കര വെട്ടമായിരുന്നു. കാരണം ഈ ഗോഡ് പേരൻസിൻ്റെ പ്രധാനമായിട്ടും അവരുടെയും ഒപ്പം പേരൻസിൻ്റെയും കൂടെ ഒരുക്കം ഈ കുഞ്ഞിൻ്റെ ഈ കൃപകൾ സ്വീകരിക്കുന്നതിനുള്ള അതാണൊരു വഴി. അവരുടെ ഒരുക്കം പോലെ ഇരിക്കും. അപ്പോൾ അവർ ഒരുങ്ങിയില്ലെന്നുള്ള അവസ്ഥയോ? അപ്പോൾ അതുകൊണ്ട് നമുക്ക് മനസ്സിലായി ഈ ഒരു ഒരുക്കം ഇതിനു വേണ്ടിയാണ്. ഇതുകൊണ്ടാണ് ഇത്രയും ദിവസം ഈ ത്യാഗമെടുത്ത് ഒരു നോയമ്പ് കാലം പോലെയുള്ള ത്യാഗമൊക്കെ എടുത്ത് ഇത്രയും ഒരുങ്ങുന്നത് ഈ കുഞ്ഞിന് കൃപ ലഭിക്കാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ ഈ കൂദാശ യോഗ്യതയോടുകൂടി ദൈവം ആഗ്രഹിക്കുന്ന കൃപകൾ വർഷിക്കുവാനായിട്ട് ഉള്ള ഒരുക്കം ഇവരാണ് ചെയ്യേണ്ടത്, കുഞ്ഞല്ല. നമുക്ക് ഒരല്പം ഒന്ന് വ്യത്യസ്തമായിട്ടൊരു ചോദ്യം എനിക്ക് ജോർജേട്ടനോട് ചോദിക്കാനുണ്ട്. എന്നിട്ട് ചിലപ്പോഴെങ്കിലൊക്കെ നമ്മുടെ പിള്ളേരുടെ ആദ്യ കുർബാന മാമോദീസ നമ്മൾ നീട്ടിവെക്കാറൊക്കെ ഉണ്ട്. ചിലപ്പോൾ അവർ വിദേശത്തുള്ള അങ്കിൾ വന്നിട്ട് അവരെ ഗോഡ് പേരൻസ് ആക്കാൻ വേണ്ടിയൊക്കെ നീട്ടിവെക്കാറുണ്ട്. അല്ലെങ്കിൽ സ്വന്തം അപ്പനൊക്കെ തന്നെയാണെങ്കിലും വിദേശത്തൊക്കെ ആണെങ്കിൽ വന്നിട്ട് നടത്താമെന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ ഞങ്ങൾ 2 വയസ്സ് 3 വയസ്സ് വരെയൊക്കെ നീട്ടിവെച്ച സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഭയങ്കര ഇൻജസ്റ്റിസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ കുഞ്ഞിനോട് കാണിക്കുന്നത്. ഈ കുഞ്ഞിന് കിട്ടാൻ പറ്റുന്ന വലിയൊരു സാധ്യതയാണ് കുറേ നാളത്തേക്ക് അടച്ചു വെച്ചത്. പഴമക്കാരൊക്കെ വല്യമ്മച്ചിമാരൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പല രോഗങ്ങളും ചിലപ്പോൾ തുടർച്ചയായിട്ട് കരയുന്ന കൊച്ച്, എപ്പോഴും പനി വരുന്ന കൊച്ച്, അല്ലെങ്കിൽ എന്തെങ്കിലും എപ്പോഴും കുഞ്ഞു കുഞ്ഞു അസുഖങ്ങൾ വരുന്ന കൊച്ച് മാമോദീസയോടെ കംപ്ലീറ്റ് ഹീലിംഗ്, അങ്ങനത്തെ എന്തെങ്കിലും ഇതുപോലത്തെ കാര്യങ്ങൾ സജഷൻ ഈ ഒരു ഡ്യൂറേഷനെ പറ്റിയൊക്കെ ജോർജ് ചേട്ടനുള്ള അഭിപ്രായം ഒന്ന് പറയാമോ? ഞാൻ അല്പം മുമ്പേ ഞാൻ പറഞ്ഞു വന്നതിനിടയ്ക്ക് ഞാൻ പറഞ്ഞതുപോലെ ഒരു മാമോദീസ നീട്ടിവെക്കുന്നതിന് അത്ര ഒരിക്കലും നീട്ടിവെക്കരുത്, അത് മാരകപാപമാണ് എന്നും മറ്റൊന്നും പറയാൻ ഞാനില്ല. പക്ഷേ അതിനത്ര അത്യാവശ്യമായ കാര്യം ആവശ്യം. ഇപ്പോൾ പലപ്പോഴും പറയാറുള്ളത് ബന്ധുജനങ്ങളില്ല, എല്ലാ ബന്ധുജനങ്ങളും വന്നിട്ട് എല്ലാ കാര്യവും നടക്കണമെന്ന് അത്ര നമ്മൾ ബലം പിടിക്കണമോ? എനിക്ക് വിധിക്ക് പറയാൻ പറ്റില്ല, അത് അവരവരാണ് വിധി പറയേണ്ടത്. ഒരുപക്ഷെ കുഞ്ഞിൻ്റെ അപ്പൻ തന്നെ വിദേശത്താണ്, വരാൻ പറ്റില്ല. അത് ന്യായമായ ഒരു കാര്യമാണ് എനിക്ക് തോന്നുക. ഓരോരുത്തർക്കും ഓരോരുടേതായ ഇതുണ്ടാവാം. പക്ഷേ ഒരു ചോദ്യം ഞാൻ ചോദിക്കുക, ഈ അപ്പൻ്റെ ആരെങ്കിലും ക്ലോസ് ആയിട്ടുള്ളവരോ, അപ്പൻ്റെ അപ്പനോ അപ്പൻ്റെ അമ്മയോ അതുപോലെ ബന്ധുക്കളാരെങ്കിലും മരിച്ചാൽ എന്ത് ചെയ്യും? നെക്സ്റ്റ് ഡേ എത്ര വർഷം ശവശരീരം ഇവിടെ കാത്തു സൂക്ഷിച്ചു?
ഫ്രീസറിൽ വെക്കാം. എത്ര വർഷം വെക്കും? അതില്ല. അടുത്ത ഫ്ലൈറ്റ് ഏത് കിട്ടുമെന്ന് ബുക്ക് ചെയ്ത് ആ ഫ്ലൈറ്റ് ഇവിടെ എത്തുന്നിടം വരെയുള്ള സമയമാണ് നമ്മൾ വെച്ചുകൊണ്ടിരിക്കുക അല്ലേ? അപ്പം വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും അല്ലേ? പിന്നെ നമ്മൾ നടത്തുന്നത് ഇതൊരു അടിപൊളിയാക്കണം, ഇതൊരു ആഘോഷമാക്കണം. അത് നമുക്കൊന്ന് എല്ലാവരും കൂടെ വന്നോട്ടെ എന്ന് ഇവർ പറഞ്ഞ പോലെ ഇവർ 40 ദിവസം കുഞ്ഞിനായി, അവർ 2 കൊല്ലം ഒരുങ്ങുക. ഇങ്ങനെയല്ലെന്ന് മാത്രം, മറ്റൊരു ആംഗിളിൽ ഒരു ഇതിനെ ആ കൊച്ചിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ അനീതിയാണ്. വളരെ പ്രത്യേകിച്ച് നമ്മൾ ഓർക്കണം. ഇപ്പം തന്നെ വൈദ്യശാസ്ത്രം വളരെ ഭംഗിയായിട്ട് പറയും. അതുപോലെ തന്നെ എല്ലാ ബേബി ഫുഡ് കമ്പനിക്കാരും ആഘോഷമായിട്ട് ഇവരെ കോട്ട് ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം 3 വയസ്സ് വരെയുള്ള കുഞ്ഞിൻ്റെ വളർച്ചയാണ് കുഞ്ഞിനെ ഡിസൈഡ് ചെയ്യുന്നത്. അത് ശരീരത്തിൻ്റെ കേസിനേക്കാൾ കൂടുതലായിട്ട് ശരീരത്തിൽ ഒരുപക്ഷെ പിന്നീടും വ്യത്യാസം വരുത്താൻ പറ്റും. ഇപ്പോൾ ഈ ഹോർമോണുകളും അതുപോലുള്ള എല്ലായിടത്തും മനുഷ്യൻ മാസ്റ്റർ ചെയ്തിരിക്കുന്നുണ്ട്. ശരീരത്തെ പിന്നീട് വേണമെങ്കിലും പെർഫെക്റ്റായിട്ട് അല്ലെങ്കിൽ പോലും പിന്നീട് വേണമെങ്കിൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. മനസ്സിൻ്റെ കാര്യത്തിൽ സാധ്യതയില്ല. ഇത് ഈ പറഞ്ഞ പ്രായത്തിൽ കിട്ടേണ്ടത് ആ പ്രായത്തിൽ തന്നെ കിട്ടണം. അത് മനുഷ്യൻ്റെ മാത്രമല്ല, എല്ലാ ജീവജാലങ്ങളുടെയും ഉണ്ട്. ഇപ്പോൾ ഗവേഷകർ തന്നെ വളരെ വ്യക്തമായിട്ട് പറയുന്ന കാര്യമാണ്, ഒരു പശുക്കിടാവ് നമുക്കറിയാം, പശുക്കിടാവ് പ്രസവിച്ച് വീണ് കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 10 മിനിറ്റിനകം, 10 മിനിറ്റൊക്കെ വളരെ കൂടിയ കാലയളവാണ് ഞാൻ പറയുന്നത്, അത് ചാടി എഴുന്നേറ്റ് അമ്മയുടെ അകിട്ടിൽ പാൽ കുടിക്കാനായിട്ട് വരും പശുക്കിടാവ്. ഇതതിൻ്റെ സ്വാഭാവിക പ്രചോദനമാണ്, അല്ലാതെ അമ്മ കുത്തിപ്പൊക്കുന്നു, അമ്മ വിവരം പറഞ്ഞ് മനസ്സിലാക്കുന്നു ഒന്നുമല്ല. മനുഷ്യക്കുഞ്ഞിനെയാണെങ്കിൽ അമ്മ കോരിയെടുത്തു മാറോട് ചേർത്ത് പിടിച്ചൊക്കെ, പശു ഇതൊന്നും ചെയ്യുന്നില്ല, പക്ഷെ വരുന്നുണ്ട്. എന്നാൽ ഈ പശുക്കിടാവ് ജനിച്ച് വീഴുമ്പോൾ തന്നെ അതിൻ്റെ കാലുകൾ നമ്മളൊരു റബ്ബർ എന്തെങ്കിലും ഒരു സംവിധാനം ഉപയോഗിച്ച് കാലുകൾ അതിനെ എഴുന്നേക്കാൻ വയ്യാത്ത വിധത്തിൽ കെട്ടിയിട്ട് കഴിഞ്ഞാൽ അവർ പറയുന്നത് 48 മണിക്കൂറോ 36 മണിക്കൂറോ എത്രയും മണിക്കൂർ ഞാൻ കൃത്യം ഓർക്കുന്നില്ല, അത്രയും സമയം അതിനെ എഴുന്നേക്കാൻ വയ്യാത്ത വിധത്തിൽ അതിനെ കാല് ഉടക്കി കെട്ടിയിട്ട് കഴിഞ്ഞാൽ അത്രയും സമയവും അതിങ്ങനെ എഴുന്നേക്കാൻ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടേയിരിക്കും, ഫെയിലാവും. പക്ഷേ അത്രയും മണിക്കൂറുകൾക്ക് ശേഷം നിങ്ങൾ സകല കെട്ട് അഴിച്ചു വിട്ടോളൂ, ആ ജന്മത്ത് ആ കിടാവിനെ എഴുന്നേൽക്കില്ല. അതിൻ്റെ അർത്ഥം അത്രയും മണിക്കൂർ നേരത്തേക്ക് ആ ചോദന നിലനിൽക്കുന്നുള്ളൂ എന്നാണ്. ഇത് മനുഷ്യർക്കും വാലിഡാണ് പല കാര്യങ്ങൾക്ക്. അത് അതുകൊണ്ടാണ് ജന്മനാ കേൾവിയില്ലാത്ത ഒരാൾക്ക് കേൾവി ഉണ്ടാക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ചെറുപ്പത്തിൽ തന്നെ കേൾവി തീരെ കുറവുള്ളവരെ കുഞ്ഞുങ്ങളെ എന്തെങ്കിലും യന്ത്രസഹായത്തോടു കൂടി കേൾപ്പിക്കണം. അവർ കേട്ടാൽ എന്തെങ്കിലും ആയിക്കോട്ടെ, എന്തെങ്കിലും ശബ്ദം അവരൊന്ന് കേട്ടാൽ കേൾവി എന്നതിലേക്ക് അവർ ട്യൂൺ ചെയ്യപ്പെടുകയുള്ളൂ. ഇല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഇനി കേൾവിയില്ല. നിങ്ങൾ എന്തെല്ലാം ഉപകരണങ്ങൾ കൊണ്ട് പിടിപ്പിച്ച് എത്ര ശബ്ദം അവൻ്റെ തലച്ചോറിൽ എത്തിച്ചിട്ടും കാര്യമൊന്നുമില്ല. കാരണം അത് കേൾവിയായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ അവനൊരിക്കലും പറ്റില്ല. ഇതൊക്കെ സയൻറ്റിഫിക് യാഥാർത്ഥ്യമായിരിക്കും. നമ്മൾ കുഞ്ഞുങ്ങളുടെയൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ തന്നെ കേൾവി ഉണ്ടോ എന്ന് നോക്കുന്നു, അതുണ്ടോ എന്ന് നോക്കുന്നു, ഇതുണ്ടോ എന്ന് നോക്കുന്നു, എല്ലാ പരിശോധനകളും ഇല്ല. ജനിക്കും മുമ്പേ നമ്മൾ പരിശോധന തുടങ്ങുക ഇല്ലേ? പക്ഷേ പരിശുദ്ധ ആത്മാവിൻ്റെ കാര്യത്തിനകത്ത് ഒന്നും വേണ്ട. അതൊക്കെ 2 വയസ്സ് കഴിഞ്ഞിട്ട് 3 വയസ്സ്. ഞാൻ ചോദിക്കുക, 2 വയസ്സ് വരെ കുഞ്ഞ് ജീവിച്ചിരിക്കുന്ന പോലെ നമുക്ക് യാതൊരു ഗ്യാരണ്ടിയില്ല. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ, കുഞ്ഞ് മരിക്കാതിരിക്കട്ടെ, നല്ല കാര്യം. പക്ഷേ ഇതില്ല നമ്മൾ ഈ റിസ്ക് എടുക്കുന്നത് നമ്മളൊന്ന് ഓർക്കേണ്ട കാര്യമുണ്ട്. നമ്മുടെ ക്രൈസ്തവ സഭയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ബാപ്റ്റിസ്മൽ നെയിം കൊടുക്കാറുണ്ട്. വിശുദ്ധരുടെ പേര് അല്ലെങ്കിൽ വിശുദ്ധയുടെ പേര്, വിശുദ്ധൻ്റെ പേര് കൊടുക്കാറുണ്ട്. സാധാരണഗതിക്ക് നമ്മൾ വീട്ടിലെ വല്യപ്പച്ചൻ്റെ വലിയമ്മച്ചിയുടെ പേര് ആണ് കൊച്ചുമക്കൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 6 മക്കളൊക്കെ വന്നപ്പോഴത്തേക്ക് അതെന്തായാലും അത് പോസിബിൾ അല്ല. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് മക്കൾക്ക് വേണ്ടി വിശുദ്ധരുടെ പേര് തിരഞ്ഞെടുത്ത് അവർക്ക് കൊടുത്തത്? എനിക്കൊന്ന് വിജയമോള് പറയുന്നതൊക്കെ നല്ലത്. ഓരോ പ്രഗ്നൻസിയിലും ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുമ്പം ലഭിക്കുന്ന ഒരു പ്രേരണ അനുസരിച്ച് ഏതെങ്കിലും വിശുദ്ധനോടോ വിശുദ്ധിയോടോ ഞങ്ങൾ പ്രാർത്ഥിക്കും. പിന്നെ ആ വിശുദ്ധരെക്കുറിച്ചുള്ള ബുക്സുകളൊക്കെ വായിക്കും. അങ്ങനെ ആ പേരാണ് മക്കൾക്ക് സാധാരണ കൊടുക്കാറ്. പിന്നെ വളർന്ന് ഇങ്ങനെ ആയിക്കഴിയുമ്പോൾ പിന്നെ അവർക്ക് ആ വിശുദ്ധരുടെ കഥകൾ പറഞ്ഞു കൊടുക്കും. അവരെ പോലെയൊക്കെ ആയിത്തീരാൻ നമ്മൾ ശ്രമിക്കണം. ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഡൊമിനിക് സാവിയോ എങ്ങനെയാണ് അന്നേരം ചെയ്തത്, അല്ലെ കൊച്ചു ത്രേസ്യ എന്താണ് ചെയ്തത്, ഈ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ അവരോടങ്ങ് ചോദിക്കും. അത് തന്നെ വലിയൊരു ഫോർമേഷനാണ്. കാരണം ഈ വിശുദ്ധർ ഇവർക്ക് മുമ്പിൽ ഐക്കൺ പ്ലെയേഴ്സ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അവരെ പോലെ ആയിത്തീരാൻ, അല്ല അവരെ പോലെ ഈശോയെ പിൻചൊല്ലാനായിട്ടുള്ള ഒരു പ്രചോദനം ഇവർക്ക് തന്നെ കിട്ടുകയാണ്. അവരെ പോലെ ആയിത്തീരാൻ മനോഹരമായിരിക്കും. എല്ലാ ദിവസവും ഇവരോട് ഇന്റർസെഷൻ ഇവരോട് പ്രത്യേകമായിട്ട് വിളിച്ച് പ്രാർത്ഥിക്കും. ജോർജേട്ടന് ജോർജ് ഗ്ലോറിയ എന്നാണല്ലോ പേര്. അപ്പം തന്നെ സംശയമാണ്, ജോർജ് ആണോ ഗ്ലോറിയ ആണോ? എന്തായാലും ഗ്ലോറിയ എന്നൊരു വിശുദ്ധ ഇല്ലാത്തത് കൊണ്ട് ജോർജാണ് ജോർജേട്ടൻ്റെ ബാപ്റ്റിസ്മൽ നെയിം. അച്ഛൻ്റെ ആ പരാതി പരിഹരിക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഗ്ലോറിയ എന്നൊരു വിശുദ്ധൻ ഉണ്ടാകട്ടെ എന്ന് അച്ഛനും പ്രാർത്ഥിക്കുക. ഉറപ്പായിട്ട് നമുക്ക് വിശുദ്ധ ജോർജ് ഗ്ലോറിയ എന്നൊക്കെ നമുക്ക് എഴുതി വെക്കാനുള്ള ഒരു നൊവേനയൊക്കെ ഉണ്ടാകാൻ. അത് തിരിച്ചും പ്രാർത്ഥിച്ചു വിശുദ്ധ ജെറിനൊക്കെ. ജെറിനും ഒരു വിശുദ്ധനില്ല. എനിക്ക് ഫ്രാൻസിസ് സേവറാണ് എൻ്റെ വിശുദ്ധൻ. അപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ മാമോദിസ പേര് ജോർജ് തന്നെയാണ്. അപ്പോൾ
ഗീവറീസ് പുണ്യാളൻ സെൻറ്റ് ജോർജാണ്. എനിക്ക് കിട്ടിയ ഒരു ഗുണം എനിക്ക് തോന്നുന്നത് ചെറുപ്പം മുതലേ ഞാൻ ഗീവറീസിൻ്റെ അനിയനാണെന്നോ ആ ഒരു രീതിയിലുള്ള ഒരു 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 ബോധ്യം എൻ്റെ മനസ്സിൽ ഇപ്പോഴും നിൽക്കുന്ന എൻ്റെ അമ്മയുടെ അമ്മ. ചെറുപ്പത്തിൽ എനിക്ക് ഞാഞ്ഞൂലിനെ പോലും പേടിയായിരുന്നു. ഞങ്ങൾ ഹൈറേഞ്ചിലായിരുന്നു. അപ്പോൾ ഞാഞ്ഞൂലില്ലാത്ത മണ്ണുമില്ല. എവിടെയെങ്കിലും നമ്മൾ ഇച്ചിരി ഒന്ന് മണ്ണ് മാറ്റിക്കഴിഞ്ഞാൽ ഞാഞ്ഞൂൽ കാണും. ഞാൻ പാമ്പെന്ന് പറഞ്ഞുകൊണ്ട് പേടിച്ചോടും. അപ്പോൾ അമ്മ എന്നെ മടിയിലിരുത്തി, എൻ്റെ അമ്മയുടെ അമ്മയെന്നാണ് ഞങ്ങൾ വിളിച്ചിരുന്നത്. അപ്പോൾ അമ്മ മടിയിലിരുത്തിയതിനോട്, എടാ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ഞാൻ പറഞ്ഞ വാക്കുകൾ, എടാ ചാൺ ഭൂമിക്ക് മുഴം പാമ്പാണ്. എന്നുവെച്ചാൽ ഒരു ചാൺ ഭൂമി അളന്നെടുത്താൽ അതിന് കീഴേ ഒരു മുഴം നീളത്തിൽ പാമ്പ് കാണും. അതുകൊണ്ട് പാമ്പിനെ പേടിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അത് കാരണം ഒന്ന്. രണ്ടാമത്തെ കാരണം, നീ പിന്നെ എന്തിനായി പേടിക്കുന്നത്? നീ ഗീവറീസ് പുണ്യാളത്തിൻ്റെ സ്വന്തമല്ലേ, അനിയനല്ലേ, സ്വന്തം ആളല്ലേ, നീ പേടിക്കുന്നതിന് ഒരു ഇതുമില്ല. അത് ക്ലിക്കായി എനിക്ക്. ചാൺ ഭൂമിയും മുഴം പാമ്പും ഒന്നും എനിക്ക് ക്ലിക്കാകുന്നില്ല. പക്ഷേ ഗീവർഗീസിൻ്റെ പുള്ളി വലിയ കുന്തമൊക്കെ ആയിട്ട് ഇങ്ങനെ, എൻ്റെ കുന്തമില്ലെങ്കിലും ഞാനും മോശമില്ലാത്തൊരു ഇതാണ്. ഞാൻ പിന്നെ ചെയ്തുകൊണ്ടിരുന്നത് എന്നാന്ന് വെച്ചാൽ ഈ പാമ്പിനെ ഒറിജിനൽ ഞാഞ്ഞൂലിനെയല്ല, പാമ്പിനെ പോലും കാണുമ്പോൾ ഞാൻ ഗീവറീസ് പുണ്യാളൻ്റെ അതെന്നെ വളർന്നൊരു 10-12 വയസ്സൊക്കെ ആയ സമയത്ത് ഞങ്ങൾക്കന്ന് പശുവൊക്കെ ഉണ്ട്. പശുവിനെ അന്ന് വനത്തിലൊക്കെ തീറ്റാൻ വിട്ട് അതിനെ തപ്പി തേടിയൊക്കെ വനത്തിൽ കൂടെ പോകേണ്ടി വരുമ്പം എത്രയോ പ്രാവശ്യം പാമ്പുകൾ ഇങ്ങനെയും വെയിൽ കായാനും ഒക്കെ കിടക്കുന്ന ആ കിടപ്പിന് അതിൻ്റെ മുകളിൽ കൂടെ ചാടി പോകാൻ എനിക്ക് പറ്റുമായിരുന്നു. ആ തൻ്റെ ഇടം എന്നാന്ന് വെച്ചാൽ പാമ്പിനെ പേടിയില്ലായിരിക്കൊന്നും അല്ല സത്യത്തിൽ. പക്ഷെ പാമ്പിന് എന്നെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. എൻ്റെ വിശുദ്ധൻ എനിക്ക് വേണ്ടി. ഇതൊരു വല്ലാത്തൊരു, അന്ന് ഈ പാമ്പുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ ചെറുപ്പത്തിൽ ഓർത്തുണ്ട്. പല പ്രാവശ്യം 3 പ്രാവശ്യം മറ്റോ പാമ്പെന്നെ കാലെ ചുറ്റുക അങ്ങനെയൊക്കെയുള്ള ഇത് വന്നിട്ടുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും ഒരു പാമ്പ് എന്നെ ഉപദ്രവിച്ചിട്ടുമില്ല. അക്കാരണത്താൽ തന്നെ ഒരു രക്ഷയില്ലാതെ വന്ന 2 സന്ദർഭങ്ങൾ ഒഴികെ ഞാനൊരു പാമ്പിനെ ഉപദ്രവിച്ചിട്ടുമില്ല. എനിക്ക് തോന്നുന്നു ഒരു ജ്ഞാനസ്നാനത്തിൽ നമുക്കൊരു വിശുദ്ധൻ്റെ പേര് കിട്ടുക ഒരു ഭാഗ്യമാണ്. നമുക്ക് നമ്മുടെ സമയപരിമിതി മൂലം നമ്മളിവിടെ ചർച്ച ഈ ചെറിയ സംസാരം അവസാനിപ്പിക്കുകയാണ്. അതിനു മുമ്പ് നിങ്ങളോട് ചെറിയ സജഷൻസ് ചോദിക്കുകയാണ്. എങ്ങനെ നിങ്ങളാണല്ലോ ഒരുപക്ഷെ നമ്മൾ കേട്ടുകേൾവിയിൽ ഇത്രയും മനോഹരമായിട്ട് ഒരുങ്ങിയിരിക്കുന്ന കുടുംബങ്ങളിലൊന്ന് നിങ്ങളായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ? മാമോദിസ ഒരുക്കവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സജഷൻസ് പറയാനുണ്ടോ നമ്മളെ കാഴ്ചക്കാരോട്? ഗോഡ് പേരൻസിൻ്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ അത് ആരാകണമെന്നുള്ളത് അവരുടെ തീരുമാനമാണ്. പക്ഷെ ആരായാലും അവരോട് ഇതിൻ്റെ ഇമ്പോർട്ടൻസെ കുറിച്ച് പറയാനും ഒരു ഒരുക്കം, കുറച്ച് ദിവസം ഒന്ന് പ്രാർത്ഥിക്കാനും ഒന്ന് കുമ്പസാരിച്ച് ഒരുങ്ങിയൊക്കെ ഒരുക്കത്തോടു കൂടി ആ ഫംഗ്ഷൻ വരുന്നത് കുഞ്ഞിന് ഒത്തിരി ഉപകാരപ്രദമാകും എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കാൻ നല്ലതായിരിക്കും. ഉറപ്പായിട്ടും നമ്മൾ നമ്മുടെ ജ്ഞാനസ്നാനത്തിൻ്റെ ആ വാർഷികം വരുമ്പം കുമ്പസാരിച്ച് ഒരുങ്ങി കുർബാന സ്വീകരിച്ച് ജ്ഞാനസ്നാന വ്രതം നവീകരിക്കുമ്പോൾ തിരുസഭ ഒരു പൂർണ്ണ ദണ്ഡവിമോചനം കൽപ്പിച്ചിട്ടുണ്ട്. ജോജേട്ടാ, അപ്പോൾ ഇനി എടവപ്പള്ളി പോയി, എനിക്ക് സത്യമായിട്ട് അറിയത്തില്ല എൻ്റെ മാമോദിസ ദിവസം പലർക്കും അറിയത്തില്ലോ. അപ്പോൾ ഒന്നുകൂടി പോയി തപ്പിയെടുത്ത് ഡേറ്റ് ഒക്കെ ഓർമ്മ, നമ്മുടെ ബർത്ത്ഡേ ഡേറ്റ് പോലെ അതിനേക്കാളും ഗ്രേസ്ഫുള്ളായിട്ട് സെലിബ്രേറ്റ് ചെയ്യേണ്ട, മീനിങ് ഫുള്ളായിട്ട് സെലിബ്രേറ്റ് ചെയ്യേണ്ട സാധനം ഇതാണ്. എനിക്കിതൊരു കാര്യം കൊണ്ടെന്ന് തോന്നുന്നു, നമുക്ക് ഈ ആർഭാടങ്ങളൊന്ന് കുറയ്ക്കാൻ പറ്റിയാലേ, അതായത് ആ ശ്രദ്ധ അങ്ങോട്ടായി പോകും. അതല്ല പ്രധാനം. 2 കാര്യമുണ്ട്. ഒന്ന് കുറേ സാമ്പത്തികമായ ദൂരത്ത് വരും. രണ്ടാമത്തെ കാര്യം കുടുംബത്തിലെ പ്രധാനപ്പെട്ട ആൾക്കാരെല്ലാം കലവറയിലൊക്കെ ആയിരിക്കും. പലപ്പോഴും ഈ എക്സ്റ്റേണൽ പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് പള്ളിയിൽ പോലും വരാതിരിക്കുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാകുന്നുണ്ട്. സാക്രമെന്റിനുള്ള ഇമ്പോർട്ടൻസ് കുറയും. ഉറപ്പായിട്ടും. ഒരിക്കലും ഇങ്ങനെ ഒരു ചെറിയ ധ്യാനത്തിൻ്റെ സമയത്ത് ഇതുപോലെ ചിന്തകൾ വന്നപ്പോഴത്തേക്ക് കുഞ്ഞുങ്ങളോട് നമ്മൾ പറഞ്ഞു, നിങ്ങളെല്ലാം ഗോഡ് പേരൻസിനോട് പ്രാർത്ഥിക്കണം, നിങ്ങൾ ഗോഡ് പേരൻസിനെ ഒന്ന് ഫോൺ ചെയ്യണം. ഇത് കേട്ടുണ്ടെങ്കിൽ നമുക്കെല്ലാവർക്കും ബാധകമാണ് കേട്ടോ. നിങ്ങൾ ചിലപ്പോൾ ഗോഡ് പേരൻസൊക്കെ ചിലപ്പോൾ മരിച്ചുപോയവർ കാണും, എന്നാൽ അവർ ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ അങ്ങനെ കുഞ്ഞുങ്ങൾ പറഞ്ഞു വിട്ടു. ഒരു കുഞ്ഞ് വീട്ടിൽ ചെന്നിട്ട് ആഘോഷമായിട്ടൊരു കാര്യം ചെയ്തു. കുഞ്ഞ് വീട്ടിൽ ചെന്ന് വാശി പിടിച്ചു, എനിക്ക് എൻ്റെ ഗോഡ് പേരൻസിനെ കാണണം, വിളിക്കണമെന്നൊക്കെ. ആ കുടുംബങ്ങൾ തമ്മിൽ കുറേ നാളായിട്ട് ബന്ധത്തില്ലാതിരിക്കുമായിരുന്നു. ചെറിയ കൺഫ്യൂഷൻസും ശത്രുതയൊക്കെ വന്നിട്ടിരിക്കുമായിരുന്നു. ആ കുടുംബങ്ങൾ തമ്മിൽ വീണ്ടും ഒന്നിക്കാനും ഒരു ഭക്ഷണം കഴിക്കാനും ഒന്ന് വിസിറ്റ് ചെയ്യാനൊക്കെ ഇത് വലിയൊരു കാരണമായി. അതുകൊണ്ട് നമ്മളെല്ലാവർക്കും ഈ ഒരു ചെറിയ തീരുമാനം എടുക്കുന്നത് നല്ലതായിരിക്കും. നമ്മുടെ ഗോഡ് പേരൻസ് ഒന്ന് ഓർക്കുക, അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക. സാധിക്കെങ്കിൽ പോയെന്ന് കാണാം. പ്രായമായിരിക്കുന്നവരൊക്കെയാണ്, എനിക്ക് ഉറപ്പാണ് എൻ്റെ ഗോഡ് പേരൻസ് ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിപ്പുണ്ട്. ഞാൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നൊരു അവസ്ഥ സന്തോഷം കൊണ്ട് ഞാൻ ഒരു വചനപ്രഘോഷത്തിന് ഒരു ധ്യാനത്തിന് പോയപ്പോഴത്തേക്ക് ഞാൻ വചനപ്രഘോഷത്തിന് മുമ്പിൽ കയറി ബൈബിൾ തുറന്ന് മൈക്കെടുത്ത് പിടിച്ചപ്പോൾ എൻ്റെ മുമ്പിൽ അവരിയ്ക്കുന്നു, 2 പേരിരിക്കുന്നു.
ഞാനപ്പോൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു, എനിക്ക് വിശ്വാസം പകർന്നു തന്ന എൻ്റെ തറതൊട്ടപ്പൻ്റെ മുമ്പിൽ വെച്ച് തന്നെ വചനം പ്രഘോഷിക്കാൻ കഴിഞ്ഞതിനേക്കാൾ വലിയൊരു ഭാഗ്യം എനിക്കുന്ന. ഞാൻ കണ്ടുകൊണ്ടിരിക്കണം അവർ രണ്ട് സന്തോഷം കൊണ്ട് കരയുന്നത്. എനിക്ക് ഒരു പോയിന്റ് കൂടെ, അതായത് ഈ ഗോഡ് പേരൻസിനെ പ്രഗ്നൻസിയിലേ തന്നെ ഒന്ന് തീരുമാനിക്കാമെങ്കിൽ നേരത്തെ തന്നെ സെലക്ഷൻ നടത്താം. അവരുടെ ഒരു പ്രാർത്ഥന ആ സമയം തൊട്ടേ കിട്ടും, കുഞ്ഞിന് കിട്ടിത്തുടങ്ങും. അതൊരു നല്ല കാര്യമായിരുന്നു. ഇപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ പലർക്കും ഉള്ളൊരു സങ്കടമുണ്ട്. അയ്യോ, ഞങ്ങളിതൊന്നും ചെയ്തില്ലല്ലോ, ഞങ്ങൾക്കൊന്നും പ്രിപ്പയർ ചെയ്യാൻ പറ്റിയില്ലല്ലോ, ഞങ്ങൾക്കിനി എന്ത് ചെയ്യാൻ പറ്റും? അത് തന്നെ എൻ്റെ സുഹൃത്തായ ഒരു വീട്ടമ്മ പഠിപ്പിച്ചൊരു വലിയ കാര്യമുണ്ട്. ആ അമ്മ പറയാണ്, എൻ്റെ മൂത്ത മകൻ്റെ ആദ്യ കുർബാനയുടെ സമയത്ത്, മാമോദിസയുടെ സമയത്ത് എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ അറിഞ്ഞുകൂടായിരുന്നു. ഞാൻ പിന്നീട് എൻ്റെ അവസാനത്തെ മക്കളൊക്കെ ആയപ്പോഴാണ് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചു തുടങ്ങിയത്. അപ്പോഴേക്ക് ഞാൻ എൻ്റെ മകന് വേണ്ടി ഒരു കാര്യം ചെയ്തു. അവൻ ഏകദേശം 10-ലൊക്കെ പഠിക്കുന്ന സമയമായപ്പോഴത്തേക്ക് ഞാൻ അവന് വേണ്ടി വീണ്ടും 10 മാസം ഒരുങ്ങി. അവൻ്റെ ബാല്യത്തിലേക്ക്, അവൻ്റെ പഴയ കാലത്തിലേക്ക് തിരിച്ചു പോയിട്ട് അവന് വേണ്ടി ഞാൻ 10 മാസം നന്നായിട്ട് ഒരുങ്ങി. ഓരോ മാസവും അവന് വേണ്ടി ഭൗതിക കാര്യങ്ങളല്ല ചോദിച്ചത്, സ്വർഗീയ നിക്ഷേപങ്ങൾ കൊണ്ട് അവൻ്റെ ജീവിതം സമ്പന്നമാക്കട്ടെ എന്ന്. പ്രിയപ്പെട്ടവരെ, കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഇത് നല്ലൊരു തിരിച്ചറിവിൻ്റെ രാത്രിയാവട്ടെ. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഒരുങ്ങാൻ പറ്റിയില്ലെങ്കിൽ, നിങ്ങളുടെ തലതൊട്ട കുഞ്ഞിന് വേണ്ടി ഒരുങ്ങാൻ പറ്റിയില്ലെങ്കിൽ, നിങ്ങൾ 10 മാസം അല്ലെങ്കിൽ സാധിക്കുന്ന സമയങ്ങളിൽ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒന്നുകൂടി പ്രാർത്ഥിച്ച് അവരെ ആത്മീയ സമ്പത്തുകൾ കൊണ്ട് നിറക്കാൻ വേണ്ടി ശ്രമിക്കുക. നമുക്കൊരു നിമിഷം ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയിൽ ആദ്യം തന്നെ നമുക്കൊന്നു ചേർന്ന് നമ്മുടെ തലതൊട്ടപ്പനെയും സ്നേഹപൂർവ്വം തമ്പുരാൻ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മളിൽ പലരും തലതൊട്ടപ്പനെയും ഗോഡ് പേരൻസ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ദൈവം തന്ന ആ കുഞ്ഞുങ്ങളെ, ആ സൗഭാഗ്യങ്ങൾ ഒരു നിമിഷം തമ്പുരാൻ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നന്ദിയോടെ നമ്മുടെ പേരിൻ്റെ കാരണക്കാരായ വിശുദ്ധരെ ഒന്ന് ഓർക്കാം. സ്വർഗത്തിൽ നമുക്ക് വേണ്ടി നമ്മൾ ഒരിക്കൽ പോലും ആവശ്യപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും സ്വന്തമെന്ന് കരുതി നമുക്ക് വേണ്ടി സ്വർഗത്തിൽ ശക്തമായിട്ട് ബാധ്യസം വഹിക്കുന്ന നമ്മുടെ വിശുദ്ധർ, നന്ദിയോടെ അവരെ ഒന്ന് ഓർക്കാം. തമ്പുരാന് നന്ദി പറയാം. മാമോദീസ എന്ന വലിയ കൂദാശ നൽകി നമ്മൾ ഓരോരുത്തരെയും തിരുസഭയിലേക്ക് അംഗങ്ങളാക്കിയതിൽ, ഉത്ഭവഭാവത്തിൻ്റെ കറകൾ മായ്ച്ചു കളഞ്ഞ് നമ്മളെ പൂർണ്ണ വിശുദ്ധരാക്കിയതിൽ നമുക്ക് സ്വർഗത്തിൽ നന്ദി പറയാം. എൻ്റെ മാമോദിസ കാലഘട്ടങ്ങളിൽ എൻ്റെ പേരൻസിന്, എൻ്റെ മാതാപിതാക്കൾക്ക് ഇതുപോലെ ഒരുങ്ങാൻ പറ്റിയിട്ടില്ലെങ്കിൽ, കുഞ്ഞുങ്ങളെ ഇതുപോലെ ഒരുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ, ഇത് നല്ലൊരു തീരുമാനങ്ങളുടെ രാത്രിയായിരിക്കട്ടെ. അവരെ വീണ്ടും ആത്മന ഉദരങ്ങളിൽ പേറിക്കൊണ്ട്, ഹൃദയത്തിൽ പേറിക്കൊണ്ട് അവർക്ക് ആത്മീയമായ നിറവുകൾ കിട്ടണേ എന്ന്, ആത്മീയമായ ആയുധങ്ങൾ കൊണ്ട് സ്വർഗം അവരെ സമ്പന്നരാക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഏതെങ്കിലും ഗോഡ് പേരൻസൊക്കെ തമ്പുരാൻ്റെ വിശ്വാസത്തിനൊക്കെ അകന്നുപോയി ജീവിക്കുന്നവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ മാമോദിസ മുഖ്യ കുഞ്ഞുങ്ങളൊക്കെ വിശ്വാസത്തിന് അകന്നുപോയി നിൽക്കുന്നത് നിങ്ങൾക്ക് മാനസിക വ്യഥയുണ്ടാക്കുന്ന കാര്യമാണെങ്കിൽ, ഈ നിമിഷം സ്വർഗത്തിൻ്റെ ശക്തി ഇറങ്ങാൻ വേണ്ടി പ്രാർത്ഥിക്കാം. അത്ഭുതങ്ങളുടെ, അടയാളങ്ങളുടെ മണിക്കൂറുകളായി, നിമിഷങ്ങളായിട്ട് ഇത് മാറട്ടെ. മാമോദിസയിൽ നമ്മൾ ഏറ്റെടുത്ത നമ്മളുടെ ആ വ്രതങ്ങളെ നമുക്ക് ഈ നിമിഷം നവീകരിച്ച് പ്രാർത്ഥിക്കാം. ഞാൻ സ്വർഗത്തെയും സ്വർഗീയ കാര്യങ്ങളെയും പിൻചെല്ലുമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. ദൈവകൽപ്പനകളെ പിൻചെല്ലുമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. സാത്താനെയും അവൻ്റെ ഇഷ്ടങ്ങളെയും തള്ളിക്കളയുമെന്ന് സ്വർഗത്തിന് വേണ്ടി പ്രതിജ്ഞ ചെയ്യുന്നു. ഇതൊക്കെ നമ്മൾ ഏറ്റെടുത്ത വ്രതങ്ങൾ, മാമോദീസ വ്രതങ്ങളെ നമുക്കൊന്ന് നവീകരിക്കാം, ആത്മന നവീകരിക്കാം. പരിശുദ്ധ അമ്മയിലൂടെ നമ്മുടെ വ്രതങ്ങളെ ഒരിക്കൽ കൂടി സ്വർഗത്തിലേക്ക് കൊടുക്കാം. അമ്മയുടെ വിപുലഹൃദയത്തിനൊത്തവണ്ണം നമ്മുടെ ഹൃദയത്തെയും വിശുദ്ധിയിൽ സൂക്ഷിക്കാനായിട്ട് കൃപ തരണമേ എന്ന് പരിശുദ്ധ അമ്മയിലൂടെ നമുക്ക് മാധ്യസ്ഥ അപേക്ഷിക്കാം. തലകുനിച്ച് ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.